നിങ്ങളുടെ ഫോണിലെ യൂട്യൂബ് കുട്ടികൾ കൂടി ഉപയോഗിക്കുന്നുണ്ടെന്നല്ലെങ്കിൽ നിർബന്ധമായും സെറ്റിംഗ്സ് എല്ലാം ഓൺ ചെയ്ത് വെക്കണം. അഡൾട്ട് സെക്സ്വൽ ആയിട്ടുള്ള പരസ്യങ്ങളിൽ നിന്നും അതേപോലെ ഗെയിമിംഗ് പരസ്യങ്ങളിൽ നിന്നും ആൽക്കഹോളിക് ലഹരി പരസ്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അതിലൂടെ രക്ഷപ്പെടാൻ പറ്റും. നിങ്ങൾ ഷോർട്ട് വീഡിയോ ആണ് കാണുന്നുണ്ടെങ്കിൽ ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. ഷഫീഖ് മണലിപ്പ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് പരസ്യങ്ങൾ ഒഴിവാക്കുക എന്ന് നോക്കാം. യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ ഫോണിലുള്ള. എന്നിട്ട് ഏതെങ്കിലും ഒരു പരസ്യം വരാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുക. പരസ്യം വന്ന ഉടനെ പൗസ് ചെയ്യുക. അതായത് പരസ്യം വന്ന ഉടനെ പരസ്യം പൗസ് ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ കണ്ടില്ലേ ലൈക്ക് ഷെയറിൻ്റെ ഒക്കെ അപ്പുറത്ത് ഒരു 3 ഡോട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമൈസ് മോർ ഓഫ് ആഡ്സ് യൂസ് ചെയ്യുക. അതായത് എന്തെല്ലാം ആഡ്സാണ് എനിക്ക് കാണിക്കേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ കണ്ടില്ലേ ഇതിൽ ഒരുപാട് ആഡ്സ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടാത്തതിൻ്റെ ഒക്കെ തൊട്ടപ്പുറത്തുള്ള മൈനസിൽ ക്ലിക്ക് ചെയ്യുക. എനിക്ക് ഇൻഷുറൻസ് വേണ്ട, സ്റ്റാൻഡേർഡൈസ്ഡ് അഡ്മിഷൻ ടിക്കറ്റ് അത് എനിക്ക് വേണ്ട, സോഷ്യൽ ആയിട്ടുള്ള പരസ്യങ്ങൾ വേണ്ട, അതേപോലെ ഗെയിമിംഗ് പരസ്യങ്ങൾ എനിക്ക് വേണ്ട. അതെല്ലാം ഞാൻ നെഗറ്റീവ് അടിച്ചിട്ടുണ്ട്, മൈനസ് അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒന്നും കൂടി നമുക്ക് ഡീപ്പായിട്ട് പോവാം. സെൻസിറ്റീവ് എന്നുള്ള ആ ഒരു കോളത്തിൽ പോവാം. മുകളിലുള്ള ആൽക്കഹോളിക് കണ്ടൻറ്റ് എനിക്ക് വേണ്ട, ഡേറ്റിംഗ് കണ്ടൻറ്റ് പരസ്യങ്ങളായിട്ട് എനിക്ക് വേണ്ട, അതേപോലെ ഗാംബ്ലിംഗ് പരസ്യങ്ങളും എനിക്ക് വേണ്ട. അപ്പോൾ നമുക്ക് ഒരുവിധം പരസ്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതൊന്നും ഇനി നമ്മളെ യൂട്യൂബിൽ കാണിക്കില്ല. ഇനി ഒരു കാര്യം കൂടി ഓർമ്മിക്കുക. ഏറ്റവും അടിയിൽ മാനേജ് പ്രൈവസി കണ്ടില്ലേ, അതായത് അതിൽ പോവുക. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ ഈ പരസ്യങ്ങളെല്ലാം യൂട്യൂബിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളെ ഏജിനനുസരിച്ചിട്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞ 2 സെറ്റിങ്സ് ഒഴിവാക്കിയാൽ തന്നെ പരസ്യങ്ങളൊന്നും പിന്നീട് കാണിക്കില്ല. ഇനി ഒരു പുതിയ ജിമെയിൽ ID നമ്മൾ പുതിയതായിട്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് മക്കളെ പേരിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഏജ് കുറച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ഇതിപ്പോൾ നമുക്കിവിടെ ഏജ് മാറ്റാനൊക്കെ പറ്റും. പക്ഷേ ആ യൂട്യൂബ് പോളിസിക്ക് എതിരാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ജിമെയിൽ കട്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. മാക്സിമം ഈ ഒരു ഓപ്ഷൻസ് എല്ലാം ഉപയോഗപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.